വാർത്തകളിലേക്ക്. മിൽമ ബില്ലിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. ക്ഷീരസംഘം സഹകരണ ബില്ലിന് അനുമതിയില്ല. ബിൽ രാഷ്ട്രപതി തള്ളി. നേരത്തെ സർവകലാശാല ബില്ലുകളും രാഷ്ട്രപതി തടഞ്ഞിരുന്നു. വിശദാംശങ്ങളുമായി സൂര്യഗായത്രി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സൂര്യഗായത്രി, നിരവധി ബില്ലുകൾ, സർവകലാശാല ബില്ലുകൾ അടക്കം വിത്തുകളുടെ ചെയ്ത രാഷ്ട്രപതി ഇപ്പോഴിതാ ഈ സഹകരണ ബില്ല്, മിൽമയുമായി ബന്ധപ്പെട്ട ബില്ല് തള്ളുകയാണ്. സർക്കാരിന് വലിയ തിരിച്ചടിയാണ്. വലിയ തരത്തിലുള്ള നീക്കങ്ങളാണ് സർക്കാർ ഇതുവഴി പ്രതീക്ഷിച്ചിരുന്നത്. ഒരുപക്ഷെ നിയമനിർമ്മാണ സഭ പാസാക്കുന്ന ബില്ലുകൾ ഇത്തരത്തിൽ ഗവർണറും രാഷ്ട്രപതിയും ഒക്കെ തടഞ്ഞു വെക്കുകയും തള്ളുകയും ചെയ്യുന്നത് ജനാധിപത്യത്തിൽ ആശാസ്യമായ കാര്യവുമല്ല. എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? അജിംഷാദ്, മിൽമ ഭരണം നടത്തുന്നതിന് വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന ഒരു ബില്ലായിരുന്നു ക്ഷീരസംഘം സഹകരണ ബില്ല്. ഇപ്പോൾ ഈ ബില്ലും രാഷ്ട്രപതി തള്ളി എന്നൊരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഈ ബില്ല് കൂടി തള്ളിയതുകൂടി കേരള സർക്കാരിന് ഒരു തിരിച്ചടി കൂടിയാണ് ലഭിച്ചിരിക്കുന്നത്. 7 ബില്ലുകളാണ് ഇത്തരത്തിൽ ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതിക്കായി നൽകിയിരുന്നത്. ഇതിൽ ലോകായുക്ത ബില്ലിന്റെ കാര്യത്തിൽ മാത്രമാണ് അനുകൂലമായ ഒരു നടപടി രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്നും കേരള സർക്കാരിന് ഉണ്ടായത് എന്ന് പറയാം. ഇതിനു മുൻപ് തന്നെ സർവകലാശാലയുമായി ബന്ധപ്പെട്ട ബില്ലുകളൊക്കെ തന്നെ രാഷ്ട്രപതി തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ ഒഴിവാക്കുന്നതടക്കമുള്ള ബില്ലുകളിൽ ഒരു അനുകൂലമായ നടപടിയല്ല രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്നും സർക്കാരിന് ഉണ്ടായിരുന്നത്. ഇതിലൊക്കെ തന്നെ ഒരു അതൃപ്തി നിലനിൽക്കുന്ന ഈ സമയത്താണ് മിൽമ ബില്ല് കൂടി ഇപ്പോൾ രാഷ്ട്രപതി തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. മിൽമ ക്ഷീരസംഘം അഡ്മിനിസ്ട്രേറ്റർക്ക് ഭരണസമിതിയിൽ വോട്ട് ചെയ്യാനുള്ള അനുമതി നൽകുന്ന ഒരു ബില്ലായിരുന്നു ഇത്. കൂടാതെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി പ്രതിനിധികൾക്കും വോട്ട് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ബില്ലാണ് നൽകിയിരുന്നത്. ഈ ബില്ലിനാണ് ഇപ്പോൾ രാഷ്ട്രപതി അംഗീകാരം നൽകാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ സർവകലാശാല ബില്ലുകളിൽ ഉൾപ്പെടെ അനുകൂലമായ ഒരു നിലപാട് ലഭിച്ചിരുന്നില്ല. ഇത് ഈ മിൽമ ബില്ല് കൂടി തള്ളുന്ന ഒരു സാഹചര്യം വരുന്നതോടുകൂടി കേരള സർക്കാരും അത്തരത്തിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. നേരത്തെ ഈ ഒരു ബില്ലിന്റെ കാര്യത്തിൽ ഗവർണർ സർക്കാർ പോരും ഒരു അതൃപ്തിയൊക്കെയാണ് നിലനിന്നിരുന്നെങ്കിൽ ഇപ്പോൾ രാഷ്ട്രപതിയുടെ അനുമതിക്കായിട്ട് നൽകിയിട്ടുള്ള ബില്ല് രാഷ്ട്രപതിയാണ് തള്ളുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു അതൃപ്തി ഒരു സർക്കാരും അതുപോലെ തന്നെ രാഷ്ട്രപതിയും തമ്മിലും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും മിൽമ ബില്ലിന് കൂടി അനുമതി ഇപ്പോൾ നിഷേധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അജിംഷാദ്. ശരി, സൂര്യഗായത്രിയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. മിൽമ ബില്ലും രാഷ്ട്രപതി തള്ളുന്നു. ഇതിൻ്റെ വിശദാംശങ്ങളാണ് സൂര്യഗായത്രി നൽകിയത്.